വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഉണ്ടാക്കണമെന്നൊരു മെസ്സേജാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് വരുത്താം. ആ മെസ്സേജ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എത്ര ചർച്ചാ വിഷയമായിട്ടില്ല. പാർട്ടി സമ്മേളനത്തിന് മുമ്പ് വിളിച്ചു കൂട്ടിയ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പാർട്ടി പ്രാദേശിക യോഗങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ ചർച്ച 3ാം വട്ടം അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതൊരു പാർട്ടി ഐക്യത്തിൻ്റെ സന്ദേശം എല്ലാ പാർട്ടിയിലും കൊടുക്കുന്ന പോലെ കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് കുറച്ചുനേരം ജനാധിപത്യ സ്വഭാവമുള്ളതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പറയുന്നപ്പോഴും പുറത്തറിയുന്നത് കൊണ്ട് അത് വലിയ പർവ്വതീകരിച്ച് എഴുതിയെന്നുള്ളതല്ലാതെ അതൊരു കോൺഗ്രസിന് വരാൻ പോകുന്ന ആ യോഗം വിളിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ചത്. അതേപോലെ യോഗം ആസാമിൽ വിളിച്ചിരുന്നു, അതുപോലെ യോഗം മറ്റു യോഗങ്ങൾ സ്ഥലങ്ങളിൽ വിളിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്ത് ഞാൻ പറയുന്നു, കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ പ്രവർത്തനം മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. പിന്നെ കോൺഗ്രസിനകത്തുണ്ടാകേണ്ടത് പ്രാദേശികമായി കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിൻ്റെ സന്ദേശം പ്രാദേശികമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി ഒരു സംഘടനാപരമായ പ്രവർത്തനം കോൺഗ്രസിൽ ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാകുന്നില്ല. പ്രാദേശിക തലത്തിലേക്ക് കുറച്ചും കൂടി ഇന്നത്തെ വിഷയങ്ങൾ എന്താണ് കോൺഗ്രസ് കാഴ്ച, നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് കോൺഗ്രസിൻ്റെ അജണ്ട, എന്താണ് കോൺഗ്രസിൻ്റെ ബദൽ നിർദ്ദേശം തുടങ്ങിയത് കുറച്ചും കൂടി മാർക്കറ്റ് ചെയ്യണം കോൺഗ്രസ്. അതിന് വേണ്ടിയുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും.